ഒരു സേഫ്റ്റി പിന്നാണ് എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി മാറ്റിയത്. ഒരു പാതിരാത്രി എൻ്റെ ശരീരം മുഴുവൻ പിന്നുകൊണ്ട് കുത്തി വേദനിപ്പിച്ച് അവിടെ നിന്ന് കരഞ്ഞ് അവിടെ നിന്ന് ഓടി റൂമിൻ്റെ പുറത്തിറങ്ങി അവിടെ നിന്നും കരഞ്ഞിട്ടും നെയ്ബേഴ്സ് പോലും തിരിഞ്ഞു നോക്കിയില്ല. അവിടെ നിന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയതാണ്. അവിടുന്ന് എൻ്റെ ലൈഫ് ഞാൻ ഡിസൈഡ് ചെയ്തതാണ്. അവിടുന്ന് എടുത്ത ഒരു തീരുമാനത്തിന്റെ പേരിൽ ഞാൻ കൊള്ളില്ലാത്തവളായി, അഹങ്കാരിയായി, വഴിപിഴച്ചവളായി നാട്ടുകാർക്കെല്ലാം, എൻ്റെ വീട്ടുകാർക്കും. പക്ഷെ ആ തീരുമാനമാണ് ഇന്ന് ജോലി ആട്ടോക്കാരൻ എന്നുള്ളൊരു ഹ്യൂമൺ ആയിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഒരുപാട് ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഫിനാൻഷ്യലി, മെന്റലി, ഇമോഷണലി, ഫിസിക്കലി ഒക്കെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം സർവൈവ് ചെയ്ത് സ്റ്റിൽ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചല്ല എനിക്കിപ്പോൾ നേടാൻ പറ്റിയിട്ടുണ്ട്. വലിയ BMW വേണം, ലക്ഷറി വീട് വേണം, അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല ഞാൻ. പക്ഷെ എൻ്റെ കിച്ചൂന് പാല് വാങ്ങിക്കാൻ പോലും ക്യാഷ് ഇല്ലാണ്ടിരുന്ന സമയത്താണ് ഞാൻ ജോലിക്ക് പോയി തുടങ്ങണം. ഇന്ന് എനിക്ക് അവൻ എന്ത് ചോദിക്കണോ അത് വാങ്ങിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ആയിട്ടുണ്ട്. ദറ്റ് ഈസ് എ സക്സസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ കുറച്ച് നാളായി ഞാൻ വിചാരിക്കണം എൻ്റെ ലൈഫൊക്കെ ഷെയർ ചെയ്യണം. ഞാൻ ആക്ച്വലി കുറച്ച് വർഷങ്ങളായിട്ട് ഇനി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ലൈഫ്, എൻ്റെ കഥകൾ, എൻ്റെ യാത്രകൾ, എൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്ന്. പക്ഷെ എവിടെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, പിന്നെ കുറേ കാര്യങ്ങളുമായിട്ട് തിരക്ക് ആയതുകൊണ്ടാണ് എനിക്കൊന്നും ഷെയർ ചെയ്യാൻ പറ്റാഞ്ഞത്. സോ ഐ ഹോപ്പ് സോ എനിക്കിനി കണ്ടിന്യൂസ് എൻ്റെ വിശേഷങ്ങളും യാത്രകളൊക്കെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ പറ്റും. എല്ലാവരും അറിയണം, കേൾക്കണം. കുറച്ച് പേർക്കെങ്കിലും അത് കണ്ടിട്ട് ജോലിക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റും എന്ന് ചിന്തിക്കാൻ പറ്റണം. എസ്പെഷ്യലി ഫോർ വുമൻസ്. അങ്ങനെ തന്നെ പറയും, എന്നോടൊന്നും തോന്നരുത് ആർക്കും. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായാൽ, അങ്ങനെ ഒരു തോട്ട് ഒരാൾക്കെങ്കിലും തോന്നിയാൽ ഐ എം സോ ഹാപ്പി. യെസ്, അങ്ങനെ ഞാൻ ഫൈനലി എൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അബൌട്ട് മൈ ലൈഫ്, മൈ തോട്ട്സ്, എൻ്റെ യാത്രകൾ, എൻ്റെ വിശേഷങ്ങൾ എല്ലാം ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്.